ഇന്ന് 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഹാപ്പിയാണ്. അതെ, കാരണം ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ കുറച്ചും കൂടി വേറെ ഒരു ലെവലിലേക്ക് എത്താമായിരുന്നു എന്ന് തോന്നുമെങ്കിലും യെസ്, ദിസ് ഇസ് മൈ ജേർണി. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ഈ സാധാരണ എല്ലാവരും പണ്ട് കാലങ്ങളിലൊക്കെ സീരിയലിൽ വരുന്നത് സിനിമയിലോട്ട് ഉള്ളൊരു എൻട്രിക്ക് വേണ്ടിയാണ്. ചേച്ചിയെ സംബന്ധിച്ച് സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വരുന്നത്. അല്ല, ഞാൻ സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സീരിയൽസ് ആണ് ചെയ്തിരുന്നത്, അതിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത്. പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്തും സീരിയലിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഓക്കെ, ആ സമയത്തും ഞാൻ രണ്ടും സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഈ രണ്ടും നമ്മൾ വ്യത്യാസം എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഫിലിമും സീരിയലും ബജറ്റിന്റെ ഒരു വ്യത്യാസം ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട്. കാരണം സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നതും സീരിയലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് മറ്റേ ആനയും അണ്ണാനും ആടും എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന ഫുഡിന്റെ ആണെങ്കിലും ശരി, കിട്ടുന്ന സ്പേസിന്റെ ആണെങ്കിലും ശരി, വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു കഥാപാത്രം പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സീരിയലാണ്. സിനിമയിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അതാ ഞാൻ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. ഈ നമുക്കൊരു സ്ഥലത്ത് എത്തപ്പെടാം, ഈ നിലനിൽക്കാൻ ഭയങ്കര പാടാണോ? നിലനിൽപ്പ് ഒരു പ്രശ്നം തന്നെ. അത് ഏത് ജോലിക്കും ബാധകമല്ലേ. നമ്മളതിന് ഓരോ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഓരോ ലെവലിലും മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ജോബാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കണ്ടത് എൻ്റെ അച്ഛനെയാണ്. കാരണം അച്ഛൻ ബാങ്ക് ഓഫീസറായിരുന്നു. സോ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ഓരോ എക്സാംസിന് വേണ്ടിയിട്ട് രാത്രി ഉറക്കങ്ങളിരുന്ന് പഠിക്കുന്നതും ഓരോ പ്രൊമോഷന് വേണ്ടി കാത്തു നിൽക്കുന്നതും ഓരോ പ്രൊമോഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. സോ എല്ലാ ജോലിയിലും ഒരു അപ്ഗ്രേഡ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു അടിപൊളി ഒരു പാട്ട് കേൾക്കാം. പഠിക്കോ? ഓ, ഞാൻ പറയാന്നാണോ? ഒരു വാക്ക് നേരത്തെ പറയണ്ടേ? ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല, പഠിക്കോ. ആടി വാക്കാറ്റി പാടി വാക്കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നു ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ ലാലാലാ. പോരെ? അവതാരിക, പാട്ടുകാരി, അഭിനേത്രി, ഇതിൽ എന്ത് വേണം മോനെ? അതെ, അത്യാവശ്യം ഡാൻസും. എന്തിനാ ഞാനായിട്ട് ഇനി തള്ളാതിരിക്കുന്നല്ലേ? ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ അത്ര ചങ്കുവാണോ? നമ്മള് 24 hours ഈ പറയുന്ന പോലെ ചങ്ക് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ബേസ് സാധനമുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഞാൻ എന്നും എനിക്കൊന്ന് എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം തന്നെ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വൈഫ് മാത്രം സാക്രിഫൈസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രം സാക്രിഫൈസ്, ദാറ്റ് ഡസന്റ് വർക്ക്. ഒരുപോലെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു കൂട്ടരും ചിന്തിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ പ്രണയമല്ല വിവാഹ ജീവിതം എന്ന് കേട്ടിട്ടുണ്ട്, യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. കാരണം പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഒരാളുടെ സ്വഭാവം അറിയുന്നില്ലല്ലോ. നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഒരു പക്ഷെ കാണുന്ന സമയങ്ങൾ നമ്മൾ ഭയങ്കര പോളിഷ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കും നമ്മുടെ പാർട്ട്ണർ കാണുന്നുണ്ടാവുക. പക്ഷെ വൺസ് നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മുടെ നല്ല വശവും മോശം വശവും ഒക്കെ തിരിച്ചറിയുന്നത്. പക്ഷേ ഇപ്പം നല്ല വശമാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകും. ഇന്ന് മാധ്യമങ്ങളും പത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രണയ നൈരാശ്യം കൊണ്ട് പ്രണയം ഇല്ലാതാകുമ്പോൾ ശരിക്കും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള എന്താ? ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ഒരാൾ കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉപദേശിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നതാണ് ടഫ്. ഇപ്പം എനിക്ക് ആരോടും എന്ത് ഉപദേശിക്കാം, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ, അതായത് ഏത് സിറ്റുവേഷനിലാണ് ഒരു വ്യക്തി ഗോ ത്രൂ ചെയ്യുന്നത് അത് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ഇനി ആരും നമ്മുടെ കൂടെ ഇല്ല എന്ന് കരുതിയാൽ ലൈഫ് മുന്നോട്ട് പോവുക, അല്ലേ? അല്ലാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ബട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ യെസ്, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഒരു തലവേന, വയറുവേന, കാലുവേന എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നമുക്ക് മടിയില്ല. നേരെ വെച്ച് മെൻ്റൽ ഹെൽത്തിന് ആളുകൾ വളരെ എന്താ പറയുക, വേറെ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണുക, ഡോക്ടറെ കാണുക, ട്രീറ്റ് ചെയ്യുക. അതും ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഫേസാണ്. അതും കടന്നു പോകുന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകുന്നുള്ളതാണ്. പിന്നെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനെ ഡീൽ ചെയ്യാമെന്ന്, സപ്രസ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല.
യു ഗോ ത്രൂ ദാറ്റ്. അപ്പം എല്ലാം ശരിയും. നമ്മൾ പറയില്ലേ, ഇഫ് എൻഡ് ഓഫ് ദ ടണൽ ലൈറ്റ് അല്ലെങ്കിൽ അത് എൻഡ് അല്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതെ. പുതിയ പ്രൊജക്റ്റുകളൊക്കെ എന്താണ്? പുതിയ പ്രോജക്റ്റ് ഇപ്പം ഞാൻ ഒരു ചെറിയൊരു മൂവി ജൂഡിൻ്റെ മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തു. പിന്നെ 1-2 പ്രോജക്ട്സ് പറഞ്ഞിരിക്കുന്നു. പിന്നെ നല്ലൊരു പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഈ പറയുന്ന പോലെ അതേതായിരുന്നു? അല്ല, അത് തൽക്കാലം പറയുന്നില്ല. കാരണം പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതാ പറയുന്നത്, നമുക്ക് ഭയങ്കര വിഷമമുള്ള ഫേസ് ഉണ്ടെങ്കിലും യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അത് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും അത് എനിക്കല്ലായിരുന്നു വിധിച്ചത്, അത് വേറൊരാൾ ചെയ്തു. സോ അത് അവർക്കായിരുന്നു വിധിച്ചത്. സംഭവിച്ചത് സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. ഇതിനേക്കാൾ നല്ലത് എന്നെ തേടി വരാനിരിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കും. ഒരു സർപ്രൈസ് എന്തെങ്കിലും പൊട്ടിക്കാനുണ്ടോ? ഇല്ല, അതായിരുന്നു സർപ്രൈസ്. പക്ഷെ അത് നടന്നില്ല. ഓക്കെ. അതിന് വിഷമമൊന്നുമില്ല? വിഷമമുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നത് തെറ്റായിപ്പോകും. പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്.